ഹായ്, ഞാൻ വീണ്ടും വന്നു. അപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇനി പുതിയതായിട്ട് താത്തേനെ പറ്റി പറയാനായിട്ട്? പുതിയതായിട്ടൊന്നുമില്ല, ഒക്കെ പഴയതായിട്ടുള്ളത് തന്നെയാണ്. ഗുരുവായൂർ പോയിട്ട് ഈ ആഭാസത്തരം കാണിക്കുന്നതിനെതിരെ കുറേ സ്ത്രീകൾ എതിർത്തിരുന്നു. അപ്പം ഈ സ്ത്രീകളെ ഒക്കെ വെല്ലുവിളിച്ചും പുലഭ്യം പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദുക്കളെ വെല്ലുവിളിക്കുക, എതിർക്കുന്നവരെ പുലഭ്യം പറയുക, ആഭാസത്തരങ്ങൾ പറയുക എന്നത് ഇവരുടെ ഒരു സ്ഥിരം ഹോബിയായി. ഈ ഹോബി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ കുറച്ചു പേര് പോയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ഹിന്ദുക്കളെ നിരന്തരം വെല്ലുവിളിയായി. അതായത് എതിർക്കുന്നവരോടാണ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിവിടെ വീണ്ടും കയറും, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് കണ്ടോ എന്നും പറഞ്ഞ് മട്ടിലായി പിന്നീട് വീഡിയോ ഇടുന്നതൊക്കെ. ഒരു കേസ് മുമ്പേ പോയിട്ടുണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് കൊടുത്തത്. പിന്നാലെ ദേവസ്വം ബോർഡ് രണ്ടാമതും പരാതി കൊടുത്തു. ആ കേസും ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നാലെ പരാതി കൊടുത്തപ്പോൾ ഇവർ പുതിയൊരു എരവാദവുമായിട്ട് ഇറങ്ങി. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ചെയ്തിട്ടില്ല, വേറെ ആരോ ആണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വാദവുമായിട്ട് ഇവർ ഇറങ്ങി. ഈ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, പറയുന്നത് ശുദ്ധ നുണ, പച്ചക്കള്ളം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. രണ്ടാമതും കേസ് വന്നതോടുകൂടി താത്ത കുറച്ചൊന്ന് അടങ്ങിയിട്ടുണ്ട്. അമ്പലത്തിന്റെ ഉള്ളിൽ കയറി കളിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം വഴിയിൽ നിന്നിട്ടാണ് താത്തയുടെ കൂത്ത് മുഴുവൻ. റോട്ടിൽ നിന്നിട്ട് ആർക്ക് വേണമെങ്കിലും തുള്ളാം. അത് മുസ്ലിങ്ങൾക്കായാലും തുള്ളാം, ഹിന്ദുക്കൾക്കായാലും തുള്ളാം. ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയുടെ അവിടെ ആ ഒരു വണ്ടികൾ പോകുന്ന റോട്ടിന്മേൽ നിന്നിട്ടാണ് ഇപ്പം അഭ്യാസം മുഴുവൻ. പക്ഷെ പണ്ടത്തെ പോലെ പാണ്ടന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം പറയുന്നത് അങ്ങനെ എഫക്റ്റ് ഇല്ല മീൻസ് ആരും അത് വകവയ്ക്കുന്നില്ല എന്നാണ് അർത്ഥം. ഈ ചെവിക്കൊടി കേട്ട് ഈ ചെവിക്കൊടിയാണ് ജനങ്ങൾ കളയുന്നത്, ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പഴയതുപോലെ എന്താ സംബന്ധം വിളിച്ചു പറഞ്ഞാലും ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിന്റെ ഒരു വിഷമം ഇപ്പൊ താത്താക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. താത്ത അതിന്റെ ഇടയിൽ പലതും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ജനങ്ങളെ പ്രകോപിതരാക്കാനും ഇളക്കി വിടാനും ഒക്കെ താത്ത ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പല്ലിന്റെ മൂർച്ച പോയിട്ടുണ്ട് എന്തായാലും. പണ്ട് താത്ത ഈ പല്ല് വെച്ച് കടിച്ചാൽ മുറിയുമായിരുന്നു, പക്ഷെ ഇപ്പൊ ചതയുന്നു പോലും ഇല്ല. കാരണം അത്രത്തോളം ഹിന്ദുജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. ഹിന്ദുജനങ്ങൾ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നില്ല എന്നതുകൊണ്ട് അവര് ഇവിടെ മുഴുവൻ വിശ്വസിക്കുന്നു എന്നതിൽ അർത്ഥവുമില്ല. ജനങ്ങൾക്കറിയാം. ഇവരെ പറ്റി വരുന്ന വീഡിയോകളും ഗോസിപ്പും എല്ലാം ഹിന്ദുജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നമുക്കൊക്കെ എന്തായിരുന്നു ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഈ വക റീൽസും കാര്യങ്ങളും വീഡിയോയും വെല്ലുവിളികളും അടക്കം ഈ വീഡിയോ എടുക്കുന്നത് നിർത്തുക എന്നുള്ളതായിരുന്നു. അതിന് ശമനം വന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിന്റെ നടപ്പന്തലിൽ കയറുക, അവിടെ നിന്നുകൊണ്ട് ഹിന്ദുക്കളെ തന്നെ വെല്ലുവിളിക്കുക, ജനങ്ങളെ പ്രകോപിപ്പിക്കുക, ഇതൊക്കെ കൊണ്ട് കലാപശ്രമത്തിന് താത്തയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതൊരിക്കൽ കൂടി ഇത്തരം നാടകങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ നടപ്പന്തലിനുള്ളിലോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ചെയ്യാനുള്ള ധൈര്യം എന്തായാലും താത്തയ്ക്ക് ഉണ്ടാവില്ല. അമ്പലത്തിന്റെ ആയാലും പള്ളിയുടെ ആയാലും കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇത്തരത്തിൽ സംസാരിക്കുകയോ വീഡിയോ പിടിക്കുകയോ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരാളുടെ റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഗുരുവായൂരപ്പന്റെ പേരും പറഞ്ഞിട്ട് വഷളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കലാപശ്രമത്തിന് കേസ് എടുക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. അത് അമ്പലമായാലും പള്ളി ആയാലും ഒരുപോലെയാണ്. ഈ ഹിന്ദുക്കൾ ഇനി പള്ളി ചെന്നിട്ട് ഇത്തരത്തിലുള്ള നാടകം നടത്തി നോക്കിക്കേ, ഇത് തന്നെയായിരിക്കും കേസ് വരുന്നത്. ഹിന്ദുക്കൾ ഇന്നവരെ അങ്ങനെ ഒരു കാര്യത്തിന് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. നമ്മൾ റീച്ചിന് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾക്കൊന്നും പോകുന്ന ആളുകളല്ല ഹിന്ദുക്കൾ എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രകോപിപ്പിക്കുമ്പോൾ ഈ വീഡിയോന്റെ ഇടയിൽ വന്നിട്ട് കമന്റ് ഇടാനൊന്നും ഹിന്ദുക്കൾ കൂടുതൽ നിൽക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഇറങ്ങുന്ന വീഡിയോകൾ മുഴുവൻ നല്ലവരായ ഹിന്ദുജനങ്ങൾ കാണുന്നുണ്ട്. ആ വീഡിയോയിൽ നിന്ന് ഇവളെന്താണ് എന്നുള്ളൊരു കാര്യം അവര് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹിന്ദുജനങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഇടയിൽ പോയി ഹിന്ദുജനങ്ങൾ കമന്റ് ഇടേണ്ട കാര്യമില്ല. പിന്നെ വന്ന് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഈ രണ്ടും കെട്ടവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും കലാപം ഉണ്ടാകട്ടെ എന്ന് കരുതി നടക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ ആവശ്യം എന്തായിരുന്നു? ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വരരുത്, അവിടെ നിന്നിട്ട് റീൽസ് എടുത്തിട്ട് ഹിന്ദുക്കളെ വെല്ലുവിളിക്കരുത്. അതുമാത്രമല്ല ഗുരുവായൂരപ്പന്റെ പേര് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വന്നിട്ട് വിവാദങ്ങളുടെ കൂടെ ഗുരുവായൂരപ്പന്റെ പേര് വലിച്ചഴക്കരുത് എന്നൊരു കാര്യത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇത്തിരി നിർബന്ധം ഉണ്ടായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്ത്രീകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പരിശ്രമ ഫലമായിട്ട്
ഈ ഒരു കാര്യം സാധിപ്പിച്ചെടുത്തു. നടയിൽ നിന്ന് അവളെ ഇറക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇനി എന്തായാലും ഈ താത്ത നടയുടെ ഉള്ളിൽ കയറിയിട്ട് എന്തായാലും വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് വരുമെന്നുള്ളൊരു കാര്യം താത്തയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹൈക്കോടതി വിധി വന്നപ്പോൾ അത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അവർ രണ്ടാമതും കയറി റീൽസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ജനങ്ങൾ വീണ്ടും എതിർത്തു. എന്തായാലും താത്തയ്ക്ക് അത് ബോധ്യം വന്നിട്ടുണ്ട്. താത്ത നടപ്പന്തലിൽ കയറിയിട്ടും നടയുടെ മുമ്പിൽ നിന്നിട്ടും വീഡിയോ എടുക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗുരുവായൂരമ്പലത്തിന്റെ കിഴക്കേ നടയുടെ റോട്ടിലാണ് ഇപ്പൊ താത്ത കളിക്കുന്നത്. കളിച്ചോട്ടെ, അതിന് നമുക്ക് ഒരു വിരോധവും ഇല്ല. മാസത്തിലാക്കേണ്ട ആഴ്ചയിലോ ഡെയിലി വന്നിട്ടോ നിങ്ങൾ റോട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന് ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഒരു വിരോധവും ഇല്ല. കാരണം റോട്ടിൽ നിന്ന് കൂത്തു നടത്തുന്നതിന് ഹിന്ദുക്കൾ മൈൻഡ് ചെയ്യൂല. ഒരുപാട് ഹിന്ദുക്കൾ കൂട്ടായിട്ട് സ്ത്രീകളടക്കം പരിശ്രമിച്ചതിന്റെ പരിശ്രമ ഫലമായിട്ട് ഗുരുവായൂരമ്പലം നടയിൽ നിന്നിട്ട് ഇവർ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് നിർത്തലാക്കാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അത് ഹിന്ദുക്കളുടെ വിജയം തന്നെയാണ്. ഒരാളുടെയോ രണ്ടാളുടെയോ വിജയമല്ല, ഹിന്ദുക്കളുടെ മുഴുവൻ വിജയമാണ്. നമുക്ക് അതേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഗുരുവായൂരപ്പന്റെ പേര് അനാവശ്യമായിട്ട് ഈ ഒരു സ്ത്രീ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതും അമ്പലനടയിൽ കയറിയുള്ള ഇവരുടെ വീഡിയോ പിടുത്തവും നിർത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും നടന്നിട്ടുണ്ട്. അത് ഹിന്ദുജനങ്ങളുടെ ഒരു വിജയം തന്നെയായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് എന്താണോ ആവശ്യം അത് നടന്നിട്ടുണ്ട്. ഹിന്ദുക്കളുടെ പരിശ്രമം ഫലം കണ്ടു. ഹിന്ദുക്കൾ ഈ ഒരു വിഷയത്തിൽ താത്തയെ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇറക്കുക എന്നുള്ളതിന് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അവരുടെ സ്വന്തം ബിസിനസ് വളരാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നതിന് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പലനടയിൽ റോട്ടിൽ നിന്നിട്ട് ഈ വിവരം കെട്ട സ്ത്രീ കൂത്ത് കാണിച്ചു കഴിഞ്ഞാൽ നല്ലവരായ വിവരമുള്ള ഹിന്ദുക്കൾ അത് മൈൻഡ് ചെയ്യാറില്ല. അതിന് ഇത്രയ്ക്കൊക്കെ പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. പകരം അവർ റോട്ടിൽ കിടന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. അത് കാണിച്ചോട്ടെ, അമ്പലനടയിലേക്ക് വരാറില്ല. ഒന്നില്ലെങ്കിൽ വന്നാൽ തന്നെ ഒരു പകുതിയോളം അല്ലെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. താത്ത അമ്പലത്തിന്റെ നടപ്പന്തലിനുള്ളിലോട്ട് അധികം വരാറില്ല എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വാർത്ത. ഹിന്ദുക്കൾക്ക് ഇനി ആശ്വസിക്കാം. കാരണം റീൽസും കാര്യങ്ങളും അമ്പലത്തിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ അവർക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അവരങ്ങോട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ കണ്ണനോടുള്ള ഭക്തിയല്ല, ഹിന്ദുക്കളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അതായത് ഇപ്പോഴും ഗുരുവായൂരമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് താത്ത പോകുന്നത്. അല്ലാതെ കണ്ണനോടുള്ള ഭക്തി കൊണ്ടൊന്നും അല്ല കേട്ടോ. നടപ്പന്തലിന്റെ ഉള്ളിൽ റീൽസും കാര്യങ്ങളും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് താത്തയ്ക്ക് ഇപ്പൊ നടപ്പന്തലിന്റെ ഉള്ളിലോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ താത്ത വഴിയിൽ നിന്നിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. അത് ചെയ്തോട്ടെ. ഹിന്ദുക്കൾ എന്തായാലും വിചാരിച്ച കാര്യം ഹിന്ദുക്കൾ നിറവേറ്റിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും പിന്നെ അവർ പുറത്ത് കാണിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളുടെ വിഷയമല്ല.